തൃശൂർ പൂരത്തിന് അല്പസമയത്തിനകം സമാപനമാകും. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ തിടമ്പേറ്റി വടക്കുന്നാഥനെ സാക്ഷിയാക്കി പടിഞ്ഞാറേ നടയിൽ ശ്രീമൂലസ്ഥാനത്തെത്തി ഉപചാരം ചൊല്ലി പിരിയും. ഉപചാരം ചൊല്ലലിന് ശേഷം അടുത്ത പൂരത്തിനായുള്ള തീയതി പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചെയ്യുന്നു. ശ്രീജിത്ത്, ഇക്കുറി സങ്കട സാഹചര്യം എന്തായാലും ഉണ്ടായിരുന്നു. പക്ഷേ ദേശത്തിന്റെ പൂരം യഥാർത്ഥത്തിൽ ഇന്നാണ്. എന്താണ് അവിടുത്തെ കാഴ്ച? ഉപചാരം ചൊല്ലി പിരിയാനുള്ള സമയമായോ ശ്രീജിത്ത്? ഉപചാരം ചൊല്ലിപ്പിരിയാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു ഹാഷ്മി. രണ്ട് ദേവതമാർ, അതായത് രണ്ട് ഭഗവതിമാർ ഇതാ ഉപചാരം ചൊല്ലിപ്പിരിയാനായി വടക്കുന്നാഥന്റെ സന്നിധിയിലേക്ക് എഴുന്നള്ളി വരികയാണ്. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഇപ്പോൾ രണ്ട് മേഖലയിൽ നിന്നുകൊണ്ട് കുടമാറ്റം നടത്തുകയാണ്. ഗജവീരന്മാരുടെ മുകളിൽ തിടമ്പേറ്റിക്കൊണ്ട് കുടമാറ്റം പുരോഗമിക്കുകയാണ്. എന്തായാലും ഇന്ന് തൃശ്ശൂരുകാരുടെ പൂരമാണ്, ഇന്നാട്ടുകാരുടെ പൂരമാണ്. ദേശത്തു നിന്ന് പുറത്തുനിന്ന് വന്ന ആളുകളൊക്കെ മിക്കവാറും പോയി കഴിഞ്ഞു. ഇന്ന് ഇന്നാട്ടുകാർ പൂരം ആഘോഷിക്കുകയാണ്. ശ്രീമൂലസ്ഥാനത്ത് ഉപചാരം ചൊല്ലി രണ്ട് ഭഗവതിമാർ പിരിഞ്ഞു പോകും. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത പൂരത്തിനുള്ള തീയതി, അടുത്ത പൂരം, അടുത്ത അംഗം, അടുത്ത മത്സരത്തിനുള്ള തീയതി കൂടി ഇന്ന് പ്രഖ്യാപിക്കും. എന്തായാലും അതിനുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പാണ്ടിമേളം കൊട്ടിക്കയറുകയാണ്. തിരുവമ്പാടിയും പാറമേക്കാവും മത്സരിച്ച് കുടമാറ്റം നടത്തുന്നുണ്ട്. നയന മനോഹരമായ കാഴ്ചയാണ് ഇത്. ഇനി മണിക്കൂറുകൾ മാത്രം, ഏതാണ്ട് ഒരു മണിക്കൂർ മാത്രമേ ഈ ഒരു കാഴ്ച നമുക്ക് മുൻപിലുള്ളൂ. പരമാവധി ഈ നിൽക്കുന്ന മനുഷ്യർ പൂർണ്ണമായി ആ കാഴ്ച മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് അവിടെ പകൽപൂരമാണ്. പകൽപൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരുകാരുടെ ദേശത്തിന്റെ പൂരമാണ്. ഉപചാരം ചൊല്ലി പിരിയുന്നു. പിരിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്കുള്ള ഒരുക്കങ്ങളാണ്. അത് മണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും ഈ സാങ്കേതികത കൊണ്ടും ബാക്കി എല്ലാ കാര്യങ്ങൾ കൊണ്ടും കുടയൊരുക്കൾ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് പിന്നെ ഒരു വർഷം ഒരുക്കങ്ങളുടെ കാത്തിരിപ്പ്, പിന്നെ അടുത്ത പൂരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.